മംഗളമാംഗല്യം മംഗസുമംഗലിക താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. കുടുംബ ബന്ധങ്ങൾ അരക്കിട്ടുറപ്പിച്ച് അങ്കമാലി നായത്തോട് പൂവേലി ഫാമിലി ട്രസ്റ്റ്. ട്രസ്റ്റിന്റെ വാർഷിക ആഘോഷങ്ങളും കുടുംബസംഗമവും തലമുറകളുടെ ഒത്തുചേരലായി. നെടുമ്പാശ്ശേരി വിമാനത്താവളം വന്നപ്പോൾ പലയിടങ്ങളിലായി പറിച്ചു നടപ്പെട്ട നായത്തോട് പൂവേലി കുടുംബാംഗങ്ങൾ അകലം മാറ്റിവെച്ച് ഒത്തുചേരൽ തുടർന്നു വരുന്നു. കഴിഞ്ഞ 19 വർഷമായി പൂവേലി ഫാമിലി ട്രസ്റ്റാണ് കുടുംബസംഗമത്തിന് ചുക്കാൻ പിടിക്കുന്നത്. മുഴുവൻ കുടുംബാംഗങ്ങളുടെയും സഹകരണത്തോടെയാണ് ട്രസ്റ്റിന്റെ പ്രവർത്തനം മുന്നോട്ടു പോകുന്നത്. ഈ വർഷത്തെ വാർഷികാഘോഷവും കുടുംബസംഗമവും കൊച്ചുകുട്ടികൾ മുതൽ അപ്പനപ്പൂപ്പന്മാർ വരെയുള്ളവരുടെ കൂടിച്ചേരലായി. ചെത്തിക്കോട് സെന്റ് ജോസഫ് പള്ളി പാരിഷ് ഹാളിലാണ് സംഗമം നടന്നത്. ഫാദർ സിബിൻ പൂവേലിയുടെ കാർമ്മികത്വത്തിൽ ദിവ്യബലി അർപ്പണം നടന്നു. അങ്കമാലി നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ജോബിൻ സൂചിപ്പിക്കേണ്ടായി, എയർപോർട്ട് വന്നപ്പോഴാണ് നമുക്ക് ട്രസ്റ്റിനെ കുറിച്ചുള്ള ആലോചന വന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ഈ ഭാഗത്താണ് പൂവേലി കുടുംബാംഗങ്ങൾ കോട്ടയത്തും പാലായിലും ഒക്കെ ഉണ്ടെന്ന് നമ്മൾ റിസർച്ച് നടത്തി കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും മിക്കവാറും എല്ലാവരും കൂടുതൽ കുടുംബങ്ങൾ ഇവിടെ തന്നെയാണ്. പൂവേലി കുടുംബത്തിൻ്റെ കൂട്ടായ്മ ഇവിടെ തന്നെയാണ്. പക്ഷേ എയർപോർട്ട് വന്നപ്പോൾ ആ പ്രദേശം എടുത്തു പോയപ്പോൾ നമ്മുടെ കുടുംബാംഗങ്ങൾ ആദ്യം ഒന്ന് പതറി. പലരും പല സ്ഥലത്തേക്ക് പോയെങ്കിലും അടുത്ത് നിൽക്കുന്നത് തന്നെയാണ് നല്ലത് എന്ന് തോന്നി. എല്ലാവരും മിക്കവാറും പേര് പോയവർക്ക് തിരിച്ചു വന്നു. എല്ലാവരും ഇവിടെ തന്നെയൊക്കെ കൂടി. അതുകൊണ്ട് കുടുംബത്തിൻ്റെ ഐക്യത്തിനും കെട്ടുറപ്പിനും കാര്യമായ കോട്ടമൊന്നും സംഭവിച്ചിട്ടില്ല. ഇനി ആരെങ്കിലുമൊക്കെ അകലെയുണ്ടെങ്കിലും അവരെല്ലാവരും ആ വിളി കേൾക്കുമ്പോൾ തന്നെ ഓടിയെത്തുന്നവരുമാണ്. നാട്ടിൽ വളരെ ഐക്യത്തോടെ ജീവിക്കുന്ന, സമാധാനത്തോടെ ജീവിക്കുന്ന, കൂടുതൽ പ്രശ്നങ്ങളിലൊന്നും ഇടപെടാതെ കഠിനാധ്വാനം ചെയ്ത് മുന്നേറുന്ന ഒരു കുടുംബമാണ് പൂവേലി കുടുംബം. ആരും തന്നെ, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഒരു പാഴ് എന്ന് പറയാൻ ഒരു കുടുംബവുമില്ല. എല്ലാവരും നന്നായി അധ്വാനിച്ച് കാര്യങ്ങളൊക്കെ നോക്കി മുന്നോട്ട് പോകുന്നവരാണ്. പിന്നെ നമുക്ക് ഈ കൂട്ടായ്മ എന്നുള്ളത് ഇപ്പോൾ വളരെ അനിവാര്യമാണ്. ഇവിടെ സൂചിപ്പിക്കേണ്ട പല കാരണങ്ങളുമുണ്ട്. ഇന്നിപ്പോൾ എയർപോർട്ട് വന്ന് നമ്മുടെ വീടുകളൊക്കെ പല സ്ഥലത്തും ആയി എന്നുള്ളത് മാത്രമല്ല, കുടുംബങ്ങളിൽ എണ്ണം കുറഞ്ഞു വരികയാണ്. പിന്നെ മക്കളെല്ലാം പല നാടുകളിലേക്കായി പോവുകയാണ്. ജോലി പഠിച്ചു കഴിയുമ്പോൾ വിദേശത്ത് ജോലിക്ക് വേണ്ടി പോവുകയാണ്. അപ്പോൾ എണ്ണം കുറവായപ്പോൾ നമുക്കെല്ലാവരും ഇടയ്ക്കിടയ്ക്കെങ്കിലും ഒന്ന് ഒരുമിച്ച് കൂടി പരസ്പരം അറിയാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒരു സന്തോഷത്തിനുള്ളൊരു അവസരമായി ഈ കൂട്ടായ്മ മാറുകയാണ്. ട്രസ്റ്റ് പ്രസിഡന്റ് PI ജോബി അധ്യക്ഷനായിരുന്നു. പള്ളി വികാരി ഫാദർ തോമസ് മങ്ങാട്ട് അനുഗ്രഹ പ്രഭാഷണം നടത്തി. നമുക്ക് വായിച്ചെടുക്കാനായിട്ട് കഴിയുന്നുണ്ട്. അവരെല്ലാവരും ഒന്നായിരുന്നു, തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായി കരുതി അവരുടെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ പരസ്പരം സഹായിക്കുകയും പരസ്പരം സഹകരിച്ച് ജീവിച്ച് ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒന്നിച്ച് കൂടുകയുമായി. ഇന്ന് ഈ കൂട്ടായ്മയുടെ ഒരു വെളിച്ചമാണ് നമുക്കെല്ലാവർക്കും കാണാനായിട്ട് കഴിയുക. വ്യത്യസ്ത മേഖലകളിൽ വ്യത്യസ്തമായ കഴിവുകളോടെ ജീവിക്കുന്നവർ ഒത്തൊരുമിച്ച് കൂടുന്നു. നഗരസഭാ കൗൺസിലർ ജിത ഷിജോയ്, പ്രേഷിതാരം കോൺവെന്റ് മദർ സുപ്പീരിയർ സിസ്റ്റർ ലിബിയ, ഫാദർ സിബിൻ പൂവേലി, ട്രസ്റ്റ് സെക്രട്ടറി ബിജു പൂവേലി, ട്രഷറർ PP ജോൺസൺ, കൺവീനർ ഡെന്നി പാപ്പച്ചൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. അവരുടെ പ്രയത്നത്തിന്റെ റിസൾട്ട് അല്ലെങ്കിൽ വിജയം എന്നുള്ളത് നമ്മളിവിടെ ഒത്തുചേർന്ന് ഇതൊരു ആഘോഷമാക്കി മാറ്റുമ്പോഴാണ് അതിന്റെ വിജയം എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ, കാലഘട്ടങ്ങൾ, നമ്മൾ ജീവിക്കുന്ന പശ്ചാത്തലമൊക്കെ ഒരുപാട് മാറ്റം വന്നൊരു കാലഘട്ടത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. നമ്മുടെ ഓർമ്മകളെ 25-30 വർഷത്തെ പിന്നോട്ട് നമ്മളൊന്ന് ഓടിക്കുകയാണെങ്കിൽ അന്നത്തെ ജീവിതവും ഇന്നത്തെ ജീവിതവും തമ്മിലൊരു കമ്പാരിസൺ, ഒരു താരതമ്യ പഠനം ചെയ്താൽ ജീവിത സാഹചര്യവും മനുഷ്യ സംസ്കാരം, ജീവിത എല്ലാത്തിലും വളരെയധികം മാറ്റങ്ങൾ സംഭവിച്ച ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ന് രൂപീകൃതമായിട്ട് ഏകദേശം 19ഓളം വർഷമായി. നമ്മുടെ ഇടവകയിൽ പ്രധാനമായിട്ടും
ഈ ഇടവക അതിർത്തിയായിട്ടുള്ള പടിഞ്ഞാറ് തെക്ക് ഭാഗങ്ങളിൽ, അത് 14, 15, 17, 13 വാർഡുകളിലാണ് പ്രധാനമായിട്ടും പൂവേലി കുടുംബാംഗങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. എയർപോർട്ടിൻ്റെ ആവിർഭാവത്തോടു കൂടിയാണ് നമ്മൾ ഇവിടെ നിന്ന് പലായനം ചെയ്യപ്പെട്ട് പല ആളുകളും കറുകുറ്റി തുടങ്ങി പല ഏരിയയിലേക്ക് മാറേണ്ട വന്നൊരവസ്ഥ ഉണ്ടായത്. ആ കാലങ്ങളിലാണ് നമ്മളിങ്ങനൊരു കുടുംബ കൂട്ടായ്മയെ പറ്റി, കുടുംബ ട്രസ്റ്റിനെ പറ്റിയൊക്കെ ആലോചന നടത്തുകയും അതിൻ്റെ ഭാഗമായിട്ട് 2005 പുതിയ നമ്മളൊരു കുടുംബ ട്രസ്റ്റ് രൂപീകൃതമായതും തുടർന്ന് നിരന്തരമായിട്ട് അതിൻ്റെ പ്രഥമ പ്രസിഡന്റ് ശ്രീ ജെയിംസ് ചേട്ടൻ ഉൾപ്പെടെ ശ്രീ PV ജെയിംസ്, സേവ്യർ, പാപ്പജിയേട്ടൻ, ജോൺസൺ തുടങ്ങി നിരവധി പ്രസിഡന്റുമാർ നമുക്ക് വന്നു. ഇപ്പോൾ അവരെല്ലാം ഓരോ കാലങ്ങളിൽ കൃത്യമായ പ്രവർത്തനങ്ങൾ ഏകോപിച്ചുകൊണ്ട് മുന്നോട്ട് പോരുകയായിരുന്നു. ഇപ്പോൾ എൻ്റെ പ്രസിഡന്റ് ശ്രീ ജോബിയാണ്. എല്ലാ മേഖലകളിലും തങ്ങളുടേതായ പ്രവർത്തനങ്ങൾ കൃത്യമായി കാഴ്ചവെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രവർത്തനമാണ് നമ്മൾ കാഴ്ചവെച്ചത്. ഈ കാലഘട്ടത്ത് ഒരു കുടുംബ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ പരസ്പരം കണ്ടുമുട്ടുവാനും കാര്യങ്ങൾ പരസ്പരം വിശകലനം ചെയ്യുവാനും ഒക്കെയുള്ളൊരു സന്ദർഭമാണ് ഈ അവസരം നമുക്ക് കൈവന്നിട്ടുള്ളത്. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും മുതിർന്ന ദമ്പതികളെയും ചടങ്ങിൽ അനുമോദിച്ചു. ട്രസ്റ്റ് അംഗങ്ങൾ അവതരിപ്പിച്ച കലാസന്ധ്യയും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. വാവ്, എലഗന്റ് ഡിസൈൻ. ട്രഡീഷണലാ? ഇതൊക്കെ എന്റെ അമ്മയുടെ ആഭരണങ്ങളാ. പാരമ്പര്യത്തോളം വരില്ലല്ലോ പുതിയ ഡിസൈൻ. പാരമ്പര്യവും പുതിയ ഡിസൈനും ഒരുമിച്ച് വന്നാലോ? ഇംപോസിബിൾ. യാ, പോസിബിൾ. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവല്ലേഴ്സ്, അങ്കമാലി.